നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മുൻ കെനിയൻ പ്രധാനമന്ത്രി റെയ്ല ഒഡിംഗ കൂത്താട്ടുകുളത്ത് അന്തരിച്ചു. അന്ത്യം ഹൃദയാഘാതത്തെ തുടർന്ന്. പാട്ട് തീരുമാനിക്കും മുൻപേ സ്വയം സ്ഥാനാർത്ഥിയായി പോസ്റ്റർ പ്രചരണം. തീക്കോയി പഞ്ചായത്തിലെ ഒറ്റയേറ്റിയിൽ കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് KU ജോൺ പോസ്റ്റർ ഇറക്കി. മുണ്ടക്കയം കോരുത്തോട് റോഡിൽ പള്ളിപ്പടിക്ക് സമീപത്തെ പാലം അപകടാവസ്ഥയിൽ. പാലത്തിന്റെ അടിവശത്തെ കോൺക്രീറ്റിംഗ് തകർന്ന കമ്പികൾ തെളിഞ്ഞ നിലയിൽ. പാലത്തിന്റെ തൂണുകൾക്കും ബലക്ഷയം. പുതിയ പാലം നിർമ്മിക്കണമെന്ന് നാട്ടുകാർ. ഹൃദയാഘാതത്തെ തുടർന്ന് അന്തരിച്ച മുൻ കെനിയൻ പ്രധാനമന്ത്രി റെയ്ല ഒഡിംഗയുടെ മൃതദേഹം കൂത്താട്ടുകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. കൂത്താട്ടുകുളം പോലീസിന്റെ നടപടിക്രമങ്ങൾക്ക് ശേഷമാണ് കളമശ്ശേരിയിലേക്ക് കൊണ്ടുപോയത്. കളമശ്ശേരിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം എംബാം ചെയ്ത് കെനിയയിലേക്ക് കൊണ്ടുപോകും. ശ്രീധരീയം നേത്രചികിത്സാ ആശുപത്രിയിൽ 10-ാം തീയതിയാണ് തുടർ ചികിത്സയ്ക്കായി ഒഡിംഗയും മകളും എത്തിയത്. ഇന്ന് രാവിലെ നടക്കുന്നതിനിടയിൽ നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് കൂത്താട്ടുകുളം ദേവമാതാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മകൾ റോസ്മേരി ഒഡിംഗയുടെ ചികിത്സയ്ക്കായി നിരവധി തവണ റെയ്ല ഒഡിംഗ കൂത്താട്ടുകുളത്ത് എത്തിയിട്ടുണ്ട്. റോസ്മേരിക്ക് ശ്രീധരീയത്തിലെ ആയുർവേദ ചികിത്സയിലൂടെയാണ് കാഴ്ചശക്തി തിരികെ ലഭിച്ചത്. തുടർ ചികിത്സയ്ക്ക് ഇദ്ദേഹം മകൾക്കൊപ്പം നിരവധി തവണ കൂത്താട്ടുകുളത്ത് എത്തിയിട്ടുണ്ട്. ഗവർണർ അടക്കം കേരള സർക്കാരിന്റെ ആദരാഞ്ജലികൾ അർപ്പിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള നോട്ടിഫിക്കേഷൻ പുറത്തുവരും മുൻപ് തന്നെ പോസ്റ്റർ പ്രചാരണം. സംവരണ വാർഡുകൾക്കുള്ള നറുക്കെടുപ്പ് പോലും പൂർത്തിയാകും മുൻപാണ് തീക്കോയി പഞ്ചായത്തിൽ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. തീക്കോയി പഞ്ചായത്ത് 5-ാം വാർഡിൽ ഒറ്റയേറ്റിയിലാണ് കോൺഗ്രസ് വാർഡ് പ്രസിഡന്റായ KU ജോൺ കടപ്ലാക്കൽ പോസ്റ്റർ പതിപ്പിച്ചിരിക്കുന്നത്. പ്രദേശത്ത് നേതാവെന്ന പേരിൽ അറിയപ്പെടുന്ന KU ജോൺ 50 വർഷക്കാലത്തിലധികമായി കോൺഗ്രസ് പ്രവർത്തകനാണ്. നിലവിൽ വാർഡ് പ്രസിഡന്റുമാണ്. എന്നാൽ ഈ പദവിക്ക് മുകളിലേക്ക് ഇത്രയും കാലത്തിനിടയ്ക്ക് പോകാൻ സാധിച്ചിട്ടില്ല. കഴിഞ്ഞ 2 തവണയും വാർഡ് വനിതാ സംവരണമായിരുന്നു. അതിനാൽ ഇത്തവണ ജനറൽ വാർഡ് ആകുമെന്ന ഉറപ്പിലാണ് മത്സരിക്കാനുള്ള തീരുമാനവുമായി KU ജോൺ പോസ്റ്റർ പതിച്ചത്. ഇത്തവണ എന്തായാലും മത്സര രംഗത്തിറങ്ങുമെന്ന ഉറച്ച തീരുമാനത്തിലാണ് ഇദ്ദേഹം. പോസ്റ്റർ പതിച്ചതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണത്? ഞാനൊരു യാത്രയിലായിരുന്നു. നമ്മള് അറിഞ്ഞോണ്ട് തന്നെ ചെയ്തല്ലേ? ഞാൻ അറിഞ്ഞോണ്ട് ചെയ്തതാ. അതിനകത്ത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞിട്ടില്ല, വാർഡ് പറഞ്ഞിട്ടില്ല, ഇലക്ഷൻ ഇരിക്കുന്നു പറഞ്ഞിട്ടില്ല, വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. അറിഞ്ഞന്നെ ചെയ്തതാ. പാർട്ടി നേതൃത്വം അറിഞ്ഞിട്ടുണ്ടോ? പാർട്ടി നേതൃത്വം അത് അവരുടെ സമ്മതമൊന്നും. ഇപ്പൊ ജനറൽ സീറ്റ് ഇപ്പൊ 2 പ്രാവശ്യം സംവരണമായിരുന്നു. 2015-20 ജനറൽ സീറ്റ് ആയിരിക്കും എന്ന്. അങ്ങനെയുണ്ടെങ്കിൽ സീറ്റ് എനിക്ക് കിട്ടാൻ സാധ്യതയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ചെയ്താ. ശരി. അപ്പം എന്തായാലും മത്സരിക്കുന്നുള്ള കാര്യത്തിൽ മാറ്റമില്ല. ശരി. പാർട്ടിയിൽ നിന്ന് അഭിപ്രായപ്പെടുന്നത് വല്ലതും ഉണ്ടോ? പാർട്ടി എന്തിനാ നേരത്തെ ഇട്ടെന്ന് മാത്രം ചോദിച്ചിട്ടുണ്ട്. ശരി. ഓക്കെ. അഭിപ്രായ വ്യത്യാസമൊന്നും പറഞ്ഞിട്ടില്ല. അഭിപ്രായ വ്യത്യാസം പറയുന്നത് ഞാൻ 50 വർഷമായിട്ട് കോൺഗ്രസിന് വേണ്ടി UDF വേണ്ടിയും ഓരോ ഇലക്ഷനും 5 തവണ വീട് കേട്ടുള്ള ആളാ. അപ്പൊ പാർട്ടിക്ക് വേറെ ഒരാളെ കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഞാൻ ബസ്സല്ല. മത്സരിക്കാൻ അർഹത ഉള്ള ആള് തന്നെയാണ് അല്ലെ? അത്രേ ഉള്ളൂ. ശരി. എന്ത് വന്നാലും താനാണ് സ്ഥാനാർത്ഥിയാകാൻ അർഹനെന്ന് ജോൺ പറയുന്നു. പാർട്ടി തനിക്ക് സീറ്റ് തരുമെന്നാണ് ഉറച്ച പ്രതീക്ഷയെങ്കിലും മറ്റൊരാൾക്ക് സീറ്റ് നൽകിയാൽ സ്വതന്ത്രനായി മത്സരിക്കാനുള്ള തീരുമാനവും നേതാവിനുണ്ട്. മുൻകാലങ്ങളിൽ കോൺഗ്രസിനായി സീറ്റ് നിശ്ചയിച്ച ശേഷം അവസാന നിമിഷം മറ്റ് ഘടകകക്ഷികൾക്ക് മാറ്റി നൽകിയതിലെ നീരസവും ഇദ്ദേഹത്തിനുണ്ട്. കോൺഗ്രസിന്റെ അടിയുറച്ച പ്രവർത്തകനായ താൻ ഓരോ ഇലക്ഷൻ കാലത്തും 5 തവണയെങ്കിലും വീടുകൾ കയറിയിറങ്ങാറുണ്ടെന്ന് പറയുന്നു. ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന തനിക്ക് ഇത്തവണ പഞ്ചായത്ത് അംഗമാകാനുള്ള അർഹതയുണ്ടെന്നാണ് KU ജോൺ അവകാശപ്പെടുന്നത്. തനിക്ക് മുകളിൽ മറ്റൊരാളെ നിശ്ചയിക്കാതിരിക്കാനാണ് നേരത്തെ പോസ്റ്റർ പതിച്ചതെന്നും ഇദ്ദേഹം പറയുന്നു. വാട്സപ്പിൽ തനിക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക എന്നും ഇദ്ദേഹം സ്റ്റാറ്റസ് ഇട്ടിരുന്നു. മണ്ഡലം പ്രസിഡന്റും UDF ചെയർമാനും അടക്കം ഈ വിഷയം വിളിച്ച് സംസാരിക്കുകയും അച്ചടക്കമുള്ള പ്രവർത്തകൻ ഇത് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞെങ്കിലും പിന്നോട്ടില്ലെന്ന നിലപാടിൽ തന്നെയാണ് ഇദ്ദേഹം. ദൃശ്യ ന്യൂസ്, തീക്കോയി. ദിവസേന 100 കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന മുണ്ടക്കയം കോരുത്തോട് റോഡിൽ പള്ളിപ്പടിക്ക് സമീപം പാലം അപകടാവസ്ഥയിൽ. 1971 നിർമ്മിച്ച പാലത്തിന്റെ അടിവശത്ത് കോൺക്രീറ്റ് തകർന്ന് കമ്പികൾ തെളിഞ്ഞ നിലയിലാണ്.
വാഹനഗതാഗതം പരിമിതമായ കാലത്ത് നിർമ്മിച്ച പാലത്തിന് വീതി കുറവാണ്. കൂടാതെ പള്ളിപ്പടി പാലത്തിന്റെ തൂണുകളുടെ കൽക്കെട്ടുകൾക്കും ബലക്ഷയം സംഭവിച്ചിട്ടുണ്ട്. മുൻ വർഷങ്ങളിലുണ്ടായ അതിശക്തമായ മഴയും മണ്ണിടിച്ചിലും തോട്ടിലെ ജലനിരപ്പ് ഉയർത്തുകയും പാലത്തിന് ബലക്ഷയം സംഭവിക്കുകയും ചെയ്തതായി നാട്ടുകാർ പറയുന്നു. ശബരിമല സീസൺ ആരംഭിക്കുന്നതോടെ ഇതുവഴി അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് ഉൾപ്പെടെ നൂറുകണക്കിന് വാഹനങ്ങൾ ദിനംപ്രതി കടന്നുവരും. അടിയന്തരമായി അധികാരികൾ ഇടപെട്ട് ഇവിടെ പുതിയ പാലം നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മൂവാറ്റുപുഴ ടൗൺ ഹാളിൽ സജ്ജീകരിച്ചിരുന്ന വിശ്വാസ സംരക്ഷണ യാത്ര വേദി തകർന്നു വീണു. പരിപാടി തുടങ്ങുന്നതിന് തൊട്ടു മുൻപാണ് വേദി തകർന്നു വീണത്. വിശിഷ്ട അതിഥികൾ വേദിയിലേക്ക് എത്തുന്നതിന് തൊട്ടു മുൻപാണ് വേദി തകർന്നത്. ടൗൺ ഹാളിന്റെ വേദിയിലേക്ക് മാറ്റി പരിപാടികൾ ആരംഭിക്കുന്നതിനുള്ള നടപടി പ്രവർത്തകർ സ്വീകരിച്ചു. പ്രവർത്തകരിൽ ചിലർക്ക് നിസാര പരിക്കുകളേറ്റിട്ടുണ്ട്. ആർക്കും ഗുരുതര പരിക്കുകളില്ല. ഇരുപത്തിമൂന്നാമത് കോട്ടയം ജില്ലാ സ്കൂൾ കായികമേളയ്ക്ക് പാലാ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ തുടക്കമായി. കോട്ടയം ജില്ലയിലെ 13 സബ് ജില്ലകളിൽ നിന്നായി 3800ഓളം വിദ്യാർത്ഥികൾ 97 ഇനങ്ങളിൽ മത്സരിക്കുന്നുണ്ട്. രാവിലെ മാർച്ച് പാസ്റ്റോടുകൂടി മത്സരങ്ങൾ ആരംഭിച്ചു. കോട്ടയം ഉപജില്ലാ ഉപവിദ്യാഭ്യാസ ഡയറക്ടർ ഖണി ജെ അലക്സാണ്ടർ പതാക ഉയർത്തി. സമ്മേളനം ഫ്രാൻസിസ് ജോർജ് എം പി ഉദ്ഘാടനം ചെയ്തു. മാണി സി കാപ്പൻ MLA അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ തോമസ് പീറ്റർ, വൈസ് ചെയർപേഴ്സൺ ബിജി ജോജോ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് ചീരാങ്കുഴി, പ്രതിപക്ഷ നേതാവ് സതീഷ് ചൊള്ളാനി, DEO സത്യപാലൻ P, ജില്ലാ സ്പോർട്സ് കോർഡിനേറ്റർ ബിജു ആന്റണി, സെക്രട്ടറി സജിമോൻ, രാജേഷ് NY എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. ജില്ലാ വിദ്യാഭ്യാസ ഡയറക്ടർ ഹണി ജി അലക്സാണ്ടർ സ്വാഗതവും മുനിസിപ്പൽ കൗൺസിലർ VC പ്രിൻസ് കൃതജ്ഞതയും രേഖപ്പെടുത്തി. സമാപന സമ്മേളനം 17 വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് ജോസ് കെ മാണി MPയുടെ അധ്യക്ഷതയിൽ മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്യും. കോട്ടയം റവന്യൂ ജില്ലാ 23ാമത് സ്കൂൾ കായികമേളയാണ് ഇന്നിവിടെ പാലാ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ആരംഭം കുറിക്കുന്നത്. തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട്. നമ്മുടെ കുട്ടികളെല്ലാം കായിക രംഗത്ത് താല്പര്യമെടുക്കുന്നു. അതിൽ ഏതാണ്ട് 3800ഓളം വിദ്യാർത്ഥികളാണ് ഈ കായിക മീറ്റിൽ പങ്കെടുക്കുന്നത് എന്നറിയുമ്പോൾ ഈ രംഗത്തോടുള്ള താല്പര്യം, സ്പോർട്സ് ആൻഡ് ഗെയിംസ് ഇതിനോടുള്ള താല്പര്യം അത് വർദ്ധിച്ചു വരുന്നു എന്ന് കാണുന്നതിൽ വലിയ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഇന്ന് പഴയ കാലത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് വലിയ പ്രോത്സാഹനം ഈ രംഗത്ത് ലഭിക്കുന്നുണ്ട്. പ്രശ്നം 2026 ജൂൺ മാസത്തിൽ തന്നെ പരിഹരിച്ചിരിക്കും. ഒരു സംശയം വേണ്ട ആ കാര്യത്തിൽ. ഈ മുന്നണി മാറി അടുത്ത മുന്നണി അധികാരത്തിൽ വരുമ്പോൾ അതിനൊരു പരിഹാരം ഉണ്ടാക്കും. കാരണം ഞാൻ വോളിബോൾ കളിക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരാളല്ല. പക്ഷേ അവിടെ ഒരു കായിക അധ്യാപകൻ ഉണ്ടായിരുന്നുകൊണ്ടാണ് ഒക്കെയുള്ള എന്നെ വോളിബോൾ കളിയിലേക്ക് കടത്തിയത്. അങ്ങനെ ഈ രാജ്യത്തിനകത്തും രാജ്യത്തിന് പുറത്തു കളിക്കാൻ കഴിയുന്ന ഒരു കളിക്കാരനായി മാറാൻ കഴിഞ്ഞത് ഈ ഒരൊറ്റ കാര്യം കൊണ്ട് മാത്രമാണ്. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ കുട്ടികൾ ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിലേക്കും മറ്റും പോകുന്നത്. മാടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിൽ നിർമ്മിച്ച പുതിയ ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയം നാടിന് സമർപ്പിച്ചു. തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി MP രാജേഷ് പുതിയ കാര്യാലയം ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് ജോ മൈക്കിൾ MLA അധ്യക്ഷത വഹിച്ചു. അംഗൻവാടി ജീവനക്കാർ നടത്തിയ മെഗാ തിരുവാതിര നഗരസഭാ അധ്യക്ഷ കൃഷ്ണകുമാരി രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് N രാജു, വൈസ് പ്രസിഡന്റ് സുനിത സുരേഷ്, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ മഞ്ജു സുജിത്, ജില്ലാ പഞ്ചായത്ത് അംഗം സുധാ കുര്യൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ KD മോഹനൻ, മണിയമ്മ രാജപ്പൻ, മോളി ജോസഫ്, മിനി വിജയകുമാർ, ഗീത രാധാകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. കെട്ടിട നിർമ്മാണ കരാർ ഏറ്റെടുത്ത് സമയബന്ധിതമായി നിർമ്മാണം പൂർത്തീകരിച്ച ഓവേലി കൺസ്ട്രക്ഷൻ ഉടമകളായ ഷാജൻ ജേക്കബ് ഓവേലിക്കും കുഞ്ചാക്കോ ഓവേലിയെയും മറ്റ് ഉദ്യോഗസ്ഥരെയും ചടങ്ങിൽ മന്ത്രി ഷോളണിയിച്ചും ഉപഹാരം നൽകിയും ആദരിച്ചു. വാകത്താനം പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത രാധാകൃഷ്ണന്റെ മകൾ കാവ്യലക്ഷ്മി രചിച്ച ഇംഗ്ലീഷ് പുസ്തകം മാജിക്കൽ വിൻഡോ വ്യൂസ് വേദിയിൽ പ്രകാശനം ചെയ്തു. വിശ്വാസവും സർവ്വഗുണദോഷജ്ഞാനവും ഔദാര്യവും
NCPS ഇടുക്കി ജില്ലാ പ്രതിനിധി സമ്മേളനം നടന്നു. ചെറുതോണി സ്റ്റോണേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. NCPS ഇടുക്കി ജില്ലാ പ്രതിനിധി സമ്മേളനമാണ് ചെറുതോണി സ്റ്റോണേജ് ഓഡിറ്റോറിയത്തിൽ നടന്നത്. NCPS ജില്ലാ പ്രസിഡന്റ് KT മൈക്കിൾ അധ്യക്ഷത വഹിച്ച യോഗം വനം വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും സാമുദായിക വിഭാഗത്തിൽപ്പെട്ടവരും ഒരുപോലെ ജീവിക്കണം ഈ നാട്ടിൽ എന്നാണ് സ്വാതന്ത്ര്യ സമരകാലം മുതൽ നമ്മുടെ ദേശീയ നേതൃത്വം നമ്മെ പഠിപ്പിച്ച രാഷ്ട്രീയത്തിൻ്റെ ബാലപാഠം. എന്നാൽ ഇന്ത്യയിൽ ജീവിക്കാൻ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രമേ അവകാശമുള്ളൂ. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് PK രാജൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. ആശംസയറിയിച്ച് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനിൽ കൂവപ്ലാക്കൽ, മാത്യൂസ് ജോർജ്, സുഭാഷ് പുഞ്ചാക്കുട്ടിൽ, സിനോജ് വള്ളാടി, അരുൺ P മാണി, ഡോക്ടർ K സോമൻ എന്നിവർ സംസാരിച്ചു. നിരവധി NCP പ്രതിനിധികൾ പരിപാടിയുടെ ഭാഗമായി. ദൃശ്യാന്യൂസ് ഇടുക്കി. ചങ്ങനാശ്ശേരി SB കോളേജ് MBA ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ മികച്ച വ്യവസായ സംരംഭകർക്കായി ഏർപ്പെടുത്തിയ 30ാമത് ബർക്ക്മാൻസ് എംപ്രസാരിയോ അവാർഡ് ഓക്സിജൻ ഡിജിറ്റൽ ഷോപ്പ് മാനേജിംഗ് ഡയറക്ടർ ഷിജോ K തോമസിന് MSME ജോയിന്റ് ഡയറക്ടർ പ്രകാശ് GS സമ്മാനിച്ചു. മികച്ച നവസംരംഭകർക്കായുള്ള അവാർഡ് എൽസോൾ മാനേജിംഗ് ഡയറക്ടർ ടിൻസു മാത്യു, സഹസ്ഥാപകൻ ലിബിൻ ബോബൻ എന്നിവർക്ക് കോളേജ് മാനേജർ ഫാദർ ആന്റണി ഏത്തക്കാട് സമ്മാനിച്ചു. പൂർവ്വ വിദ്യാർത്ഥികളിലെ വ്യവസായ സംരംഭകൻ ജോസഫ് തോമസിനെ ചടങ്ങിൽ ആദരിച്ചു. പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ടെഡി കാഞ്ഞൂപ്പറമ്പിൽ, ഡിപ്പാർട്ട്മെന്റ് മേധാവി ഡോക്ടർ ജോയിച്ചൻ മാനുവൽ എന്നിവർ പ്രസംഗിച്ചു. പ്രോഗ്രാം കോർഡിനേറ്റർ ബിൻസായി സെബാസ്റ്റ്യൻ, കീർത്തി ഹേമപ്രകാശ്, ഷീൻ മരിയ കുരുവിള എന്നിവർ നേതൃത്വം നൽകി. കുട്ടിക്കൽ കാവാലിയിൽ വൻ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. കാവാലി വ്യൂ പോയിന്റിന് സമീപമാണ് കാട്ടിൽ ഒളിപ്പിച്ച നിലയിൽ 10 ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ എക്സൈസ് പിടികൂടിയത്. ഇലക്ഷന് മുന്നോടിയായി മേഖലയിൽ എക്സൈസ് പരിശോധന ഊർജിതമാക്കിയിരുന്നു. ഇതിന് പിന്നാലെ സംശയാസ്പദമായി കണ്ട ചാക്കിൽ എക്സൈസ് പരിശോധന നടത്തുകയായിരുന്നു. തുടർന്ന് മേഖലയിൽ നടത്തിയ പരിശോധനയിൽ 10 ചാക്കുകളിലായി 8000-ലധികം പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടുകയായിരുന്നു. വിപണിയിൽ 4 ലക്ഷത്തിലധികം രൂപ വില വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് പിടിച്ചെടുത്തത്. ഇന്നേ ദിവസം ഒരു രഹസ്യവിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനും പാർട്ടിയോടെ ഒന്ന് പരിശോധിക്കും. ഞങ്ങളിവിടെ നിരന്തരം പട്രോളിംഗ് നടത്തുന്ന സ്ഥലമാണ്. ഈ ദിവസം ഞങ്ങളിവിടെ ചെന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളിവിടെ പരിശോധിച്ചതിലൊരു 10ഓളം ചാക്കുകൾ കാണപ്പെട്ടു. ആ ചാക്കുകൾ തുറന്ന് പരിശോധിച്ചതിൽ അതിൽ നിരോധിക്കപ്പെട്ട ഹാൻഡ്സുകളാണ്, ഈ കിടക്കുന്ന ഹാൻഡ്സുകളാണ് കാണപ്പെട്ടു. മൊത്തം ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ ഒരു 10-200ഓളം കിലോളം വരും. ഇതിൻ്റെ ഉടമസ്ഥനാരാണെന്ന്, ആരാണ് ഇതിൻ്റെ പിന്നിൽ നിന്നൊന്നും അറിയാൻ സാധിച്ചിട്ടില്ല. പ്രതിയില്ല നിലവിൽ. ഇതിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് കണ്ടത്. അപ്പം ഇത് കൂടുതൽ അന്വേഷിച്ച് വരുന്നു. കൂടുതൽ ഇതിനെപ്പറ്റി ഇതിൻ്റെ സോഴ്സ് എവിടെ നിന്നാണെന്നോ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആരൊക്കെയാണെന്നും ഒക്കെ അന്വേഷിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ഇത്രയും കണ്ടെടുത്തിട്ടുണ്ട്. ശ്രീ സത്യസായി ബാബയുടെ ജന്മശതാബ്ദി ആഘോഷങ്ങളോടനുബന്ധിച്ച് പുട്ടപർത്തിയിൽ നിന്നും ഏപ്രിൽ 24-ന് ആരംഭിച്ച ശ്രീ സത്യസായി പ്രേമവാഹിനി രഥഘോഷയാത്ര കോട്ടയം ജില്ലയിൽ പര്യടനം നടത്തി. സെപ്റ്റംബർ 25-ന് കേരളത്തിലെത്തിയ രഥഘോഷയാത്ര തിങ്കളാഴ്ചയാണ് കോട്ടയം ജില്ലയിലെത്തിയത്. രഥഘോഷയാത്രയ്ക്ക് കിടങ്ങൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ സ്വീകരണം നൽകി. കിടങ്ങൂർ സത്യസായി സേവാ സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം. ക്ഷേത്രം ജംഗ്ഷനിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ സ്വീകരിച്ച് ആനയിച്ചു. കിടങ്ങൂർ ദേവസ്വം മാനേജർ NP ശ്യാംകുമാർ, സെക്രട്ടറി ശ്രീജിത്ത് നമ്പൂതിരി, സത്യസായി സമിതി ഭാരവാഹികൾ തുടങ്ങിയവർ ചേർന്ന് രഥഘോഷയാത്രയെ സ്വീകരിച്ചു.
ശ്രീ സത്യസായി സേവ ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ് വി ഉണ്ണികൃഷ്ണൻ, സ്റ്റേറ്റ് സർവീസ് കോർഡിനേറ്റർ ഹരികൃഷ്ണൻ, സ്റ്റേറ്റ് സ്പിരിച്വൽ കോർഡിനേറ്റർ ബി പുരുഷോത്തമൻ, അസ്യ വിജയകുമാർ, രേഷ്മിക ഷാജി, സമിതി ജില്ലാ പ്രസിഡന്റ് എസ് സുരേഷ് കുമാർ, ജില്ലാ സെക്രട്ടറി കെ സുരേഷ് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ശ്രീ സത്യസായി ഭഗവാന്റെ 100ാം ജന്മദിനത്തിനോടനുബന്ധിച്ച് പുട്ടപ്പർത്തിയിൽ നിന്ന് യാത്ര തിരിച്ച ശ്രീ സത്യസായി പ്രേമപ്രവാഹിനി എന്ന രഥയാത്ര പല ജില്ലകളും പല സ്റ്റേറ്റുകളും കവർ ചെയ്ത് കേരളത്തിൽ സെപ്റ്റംബർ 25-ാം തീയതി കേരളത്തിൽ വയനാട് ജില്ലയിൽ പ്രവേശിച്ചു. അത് കഴിഞ്ഞ് 9 ജില്ലകൾ കവർ ചെയ്ത് ഇപ്പോൾ കോട്ടയം ജില്ലയിലാണ് സ്വാമി എത്തിയിരിക്കുന്നത്. എല്ലാ സ്ഥലങ്ങളിലും സ്വാമിയെ കാണാനായിട്ട് ആയിരക്കണക്കിന് ജനങ്ങളാണ് എത്തിയിരിക്കുന്നത്. രഥയാത്രയുടെ സമയത്ത് തന്നെ പലരും അനൗൺസ്മെൻറ്റ് കേട്ട് വണ്ടി നിർത്തി ഒക്ടോബർ 16 ഓർമ്മയിൽ കണ്ണീരും കറുപ്പും പതിയുന്ന ദിവസം. കോട്ടയം, ഇടുക്കി ജില്ലകളിലായി 21 പേരുടെ ജീവൻ കവർന്ന ഉരുൾപൊട്ടലിലും മഹാപ്രളയത്തിനും നാളെ 4 വർഷം തികയുന്നു. ശനിയാഴ്ച രാവിലെ 8 മുതൽ കലിതുള്ളി പെയ്ത മഴയിൽ കൊടുങ്ങ, ഇളങ്കാട്, വാഗമൺ റോഡ്, പ്ലാപ്പള്ളി, മുക്കുളം പ്രദേശങ്ങളിൽ ഒന്നിനു പുറകെ ഒന്നായി 11 ഉരുൾപൊട്ടി. ഇരുൾ പരന്ന പകലിൽ അയൽവാസികൾക്ക് എന്ത് സംഭവിച്ചു എന്ന് അന്വേഷിക്കാൻ പോലും ആകാതെ പെയ്ത്തായിരുന്നു. പുല്ലകയാറിൻ്റെയും മണിമലയാറിൻ്റെയും ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രളയത്തിനാണ് രാവിലെ 11 മുതൽ പ്ലാപ്പള്ളി, കൊക്കയാർ, കൂട്ടിക്കൽ പ്രദേശങ്ങളിലെ ഉരുൾപൊട്ടൽ വഴിയൊരുക്കിയത്. റോഡുകൾ ഒലിച്ചുപോയും മല പോലെ മണ്ണും ചെളിയും മരങ്ങളും അടിഞ്ഞുകൂടിയും രക്ഷാപ്രവർത്തനം ദുസ്സഹമായി. ഒപ്പം വൈദ്യുതി ബന്ധവും നഷ്ടപ്പെട്ടു. മണിമലയാറിന്റെ തീരങ്ങളിൽ 90 കിലോമീറ്റർ ദൂരത്തിൽ ആയിരക്കണക്കിന് വീടുകൾ വെള്ളത്തിലായി. വീട്ടുപകരണങ്ങൾ നശിച്ചു. വീടുകളിൽ ചെളി നിറഞ്ഞു. ദുരിതം പെയ്തൊഴിയാത്ത മലയോര ഗ്രാമങ്ങളിൽ നിന്ന് ദുരന്തത്തിന് പിന്നാലെ 200-ലധികം കുടുംബങ്ങൾ പലായനം ചെയ്തു. പലരും കൂട്ടിക്കൽ പ്രദേശങ്ങളിൽ സുരക്ഷിതമായ മേഖലയിൽ സ്ഥലം വാങ്ങി വീട് വെച്ചു. പ്ലാപ്പള്ളി കാവാലിയിൽ ഒരു കുടുംബത്തിലെ 3 കുട്ടികൾ ഉൾപ്പെടെ 6 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ഇളങ്കാട്ടിലും കൊക്കയാറിലുമായി നിരവധി ജീവനുകളെ പ്രളയം കവർന്നു. മലയിടിച്ചിലും പ്രളയത്തിലും 135 വീടുകൾ പൂർണ്ണമായും 106 വീടുകൾ ഭാഗികമായും നശിച്ചു. ഇതിൽ 74 പേർക്ക് വീടും സ്ഥലവും 41 പേർക്ക് വീടും പൂർണ്ണമായി നഷ്ടപ്പെട്ടു. വീടും സ്ഥലവും നഷ്ടപ്പെട്ട 60 പേർക്ക് 6 ലക്ഷം രൂപ വീതവും വീട് മാത്രം നഷ്ടപ്പെട്ടവർക്ക് 1 ലക്ഷം രൂപ വീതവും നൽകി. ഏന്തയാർ പാലം, പൂവഞ്ചി തൂക്കുപാലം, കൊക്കയാർ പാലം, വെമ്പള്ളി കമ്മ്യൂണിറ്റി ഹാൾ പാലം, 100 ഏക്കർ പാലം, തെരുവുപാറപ്പാലം, ഏന്തയാർ മലയിഞ്ചി പാലം, കുപ്പയക്കുഴിപ്പാലം, വെട്ടിക്കാനം നടപ്പാലം എന്നിവയെല്ലാം തകർന്നു. മുക്കുളം, വടക്കേമല, നാരകംപുഴ, കൊക്കയാർ, കുറ്റിപ്ലാങ്ങാട്, മലയോരം, ഏന്തയാർ, പൂവഞ്ചി എന്നിവിടങ്ങളിൽ റോഡുകൾ ഒലിച്ചുപോയി. സർക്കാരും സന്നദ്ധ സംഘടനകളും 200ഓളം വീടുകൾ പണിത് നൽകി. പാലങ്ങളും റോഡുകളും ഏറെയും പുനർനിർമ്മിച്ചു. വീടുകൾ തകർന്ന ഒട്ടേറെ കുടുംബങ്ങൾ 2 മാസത്തോളം ദുരിതാശ്വാസ ക്യാമ്പിലായിരുന്നു. മാക്കൊച്ചി, വടക്കേമല, മുക്കുളം, അഴങ്ങാട് എന്നിവിടങ്ങളിലെ 180 കുടുംബങ്ങൾ ഇപ്പോഴും ഉരുൾപൊട്ടൽ ഭീഷണിയിലാണ്. മുക്കുളം, പൂവഞ്ചി, വെമ്പള്ളി, അഴങ്ങാട്, മേലാരം, കൊക്കയാർ, കുറ്റിപ്ലാങ്ങാട്, വെമ്പളി, നാരകംപുഴ, കനകപുരം എന്നീ ഗ്രാമങ്ങൾ ആഘാതത്തിൽ നിന്ന് കരകയറിയിട്ടില്ല. 400 ഹെക്ടർ സ്ഥലത്തെ കൃഷി ദുരന്തത്തിൽ നശിച്ചു. ദൃശ്യ ന്യൂസ്, കൂട്ടിക്കൽ. പ്രൈം ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.